അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിപ്പിക്കാം. ഇവിടെ നമുക്ക് ഇടതുവശത്ത് തന്നിരിക്കുന്ന വാക്കുകൾ വലതുവശത്ത് തന്നിരിക്കുന്നവരുടെ ഡാഷിനോട് യോജിപ്പിച്ചെഴുതണം. ഒന്നാമത്തെ ചോദ്യം, അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഡാഷ്. ഇതിൻ്റെ ഉത്തരം ബനു ഹാഷിം. രണ്ടാമത്തെ ചോദ്യം, അബു ഹനീഫൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇതിൻ്റെ ഉത്തരം താബിഉകളിൽ പെട്ടവർ. മൂന്നാമത്തെ ചോദ്യം, ഇമാം ദാരുൽ ഹിജ്റ. ഇതിൻ്റെ ഉത്തരം ഇമാം മാലിക് റഹിമഹുല്ലാ. നാലാമത്തെ ചോദ്യം, അൽ ഇമാമു ഷാഫിഈ റഹിമഹുല്ലാ. ഇതിൻ്റെ ഉത്തരം ഖുറൈശി പണ്ഡിതൻ. അഞ്ചാമത്തെ ചോദ്യം, അബു മൻസൂറുൽ മാതുരീദി ഡാഷ്. ഇതിൻ്റെ ഉത്തരം ഇമാമുൽ ഹുദ. രണ്ടാമതായി ശരിയായതിന് ടിക്ക് അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്. അതിനോട് യോജിച്ച കാര്യങ്ങൾ നമ്മൾ ടിക്കിട്ട് കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, ഇമാം ഷാഫി റഹിമഹുല്ലായുടെ ഖബർ. ഇതിൻ്റെ ഉത്തരം ഖറാഫയിൽ. രണ്ടാമത്തെ ചോദ്യം, ഇമാം മാലിക് റഹിമഹുല്ലായുടെ ഹദീസ് സമാഹാരം. ഇതിൻ്റെ ഉത്തരം മുവത്ത. മൂന്നാമത്തെ ചോദ്യം, ഇമാം അബു ഹനീഫ റഹിമഹുല്ല കണ്ട സഹാബി. ഇതിൻ്റെ ഉത്തരം അനസ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം, മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നത് ഡാഷ്. ഇതിൻ്റെ ഉത്തരം തമസ്കസിൽ. അഞ്ചാമത്തെ ചോദ്യം, ബിർ റൂമ സംഭാവന ചെയ്തത് ഡാഷ്. ഇതിൻ്റെ ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മൂന്നാമതായി കോളങ്ങൾ പൂർത്തിയാക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നവരുടെ പിതാവിൻ്റെ പേരും മാതാവിൻ്റെ പേരും വഫാത്തായ വർഷവും തന്നിരിക്കുന്ന കോളങ്ങളിൽ എഴുതണം. ഇവിടെ ചിലത് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബു ഖുഹാഫ്, മാതാവ് ഉമ്മുൽ ഹൈർ, വഫാത്തായ വർഷം ഹിജ്റ 13. രണ്ടാമത്തെ ചോദ്യം, അലി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ ത്വാലിബ്, മാതാവ് ഫാത്തിമ, വഫാത്തായ വർഷം ഹിജ്റ 40. മൂന്നാമത്തെ ചോദ്യം, അൽ ഇമാമു ഷാഫി റഹിമഹുല്ലാ. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്രീസ്, മാതാവ് ഫാത്തിമ, വഫാത്തായ വർഷം ഹിജ്റ 204. നാലാമതായി വ്യക്തമാക്കാം ഇവർ ആര്. ഒന്നാമത്തെ ചോദ്യം, ഉസൂലുൽ ഫിഖ്ഹി എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത്. ഇതിൻ്റെ ഉത്തരം ഇമാം ഷാഫി റഹിമഹുല്ലാ. രണ്ടാമത്തെ ചോദ്യം, മുറഹബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്ത് പരിചയായി ഉപയോഗിച്ചത് ഡാഷ്. ഇതിൻ്റെ ഉത്തരം അലി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ചോദ്യം, അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത് ഡാഷിൻ്റെ ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹുവിന്. നാലാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഡാഷിൻ്റെ ഉത്തരം സുഹൈബ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ നേതൃത്വം നൽകിയത്. ഇതിൻ്റെ ഉത്തരം സുബൈർ റളിയല്ലാഹു അൻഹു. അഞ്ചാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നു ആർക്ക്. ഇതിൻ്റെ ഉത്തരം കർമ്മപരമായി 4-ൽ ഒരു മദ്ഹബും വിശ്വാസപരമായി 2-ൽ സരണിയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർ. രണ്ടാമത്തെ ചോദ്യം, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത 2 പ്രമുഖർ ആരെല്ലാം. 1 ഇമാം ബുഖാരി, 2 ഇമാം മുസ്ലിം. മൂന്നാമത്തെ ചോദ്യം, ഇമാം ഷാഫി റഹിമഹുല്ലാ ജനിച്ച് എവിടെ എന്ന്. ഇതിൻ്റെ ഉത്തരം ഫലസ്തീൻ, ഗസ, ഹിജ്റ 150 വർഷം. നാലാം ചോദ്യം, 3 സഹാബികളെ വിധിക്കാൻ ഹവാരിജുകൾ പരിപാടിയിട്ടു. ആ 3 പേർ ആരല്ല. 1 അലി റളിയല്ലാഹു അൻഹു, 2 മുആവിയ റളിയല്ലാഹു അൻഹു, 3 അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, കുത്തേറ്റ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു. ഇതിൻ്റെ ഉത്തരം അബ്ദുറഹ്മാൻ ബനു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് ഏൽപ്പിക്കുകയായിരുന്നു. അടുത്തതായി പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും ഡാഷ് അതിലേക്കുള്ള ഡാഷ്. ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാകുന്നു. രണ്ടാമത്തെ ചോദ്യം, 10 കൊല്ലം ഡാഷ് 6 മാസവും
ഡാഷ് ദിവസവുമാണ്. 4 ദിവസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. അടുത്തതായി 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. 1. നാവികസേന പോലെയുള്ള സേന. 2. ഖുർആൻ പല കോപ്പികളാക്കി. രണ്ടാമത്തെ ചോദ്യം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പരിഷ്കാരങ്ങൾ. 1. രാജ്യം പല സംസ്ഥാനങ്ങളാക്കി. 2. സംസ്ഥാനങ്ങളിൽ എല്ലാ ഗവർണർമാരെ നിയമിച്ചു. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.